ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി, ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ലോകത്തുള്ള വലിയ വലിയ നേതാക്കന്മാരോടൊപ്പം ഡീൽ വെക്കുന്ന ഒരു വ്യക്തിയാണ്. 40 വർഷം ഡിപ്ലോമാറ്റായിട്ട് ഇരുന്നതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയ നേതാവായി രാഷ്ട്രീയത്തിലേക്ക് മാറി. പ്രായഭേദമന്യേ എല്ലാവരും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ റിസർച്ച് അനുസരിച്ച് ഇദ്ദേഹത്തെ ഇക്കാലത്തുള്ള ചെറുപ്പക്കാർ തങ്ങളുടെ ഗുരുവായിട്ടാണ് കാണുന്നത്. പ്ലീസ് വെൽക്കം ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കർ. നമസ്കാരം. ഈ കൈയടികൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടു, കാരണം ഇപ്പോൾ നമ്മുടെ ആപ്കി അദാലത്തിലെ ജഡ്ജിയെ ക്ഷണിക്കാൻ പോവുകയാണ്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ് ഇന്നത്തെ ജഡ്ജി. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളാണ് വായിക്കുന്നത്. അദ്ദേഹം ഒരു മോട്ടിവേറ്ററാണ്, റൈറ്ററാണ്, ഒപ്പം ലോകം മുഴുവനും പ്രഭാഷണങ്ങൾ നടത്തി വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുമാണ്. പ്ലീസ് വെൽക്കം ശിവ് ഖേര. ആപ്കി അദാലത്തിലെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, കുറ്റാരോപണങ്ങളും ചോദ്യോത്തരങ്ങളും തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയുടെ അടുത്ത് ഇന്നത്തെ വിചാരണ തുടങ്ങാനുള്ള അനുവാദം നമുക്ക് വാങ്ങിക്കാം. വഴക്കിപ്പോ തുടങ്ങട്ടെ. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കറിന്റെ മേലുള്ള കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചും കടന്നു വന്ന പാതകളെക്കുറിച്ചും നമുക്കൊന്ന് കാണാം. ഭാരതത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു ഡിപ്ലോമാറ്റാണ്. ഡോക്ടർ ജയശങ്കർ 38 വർഷങ്ങളായി ഡിപ്ലോമാറ്റായി പ്രവർത്തിക്കുന്നു. ഇതിനുള്ളിൽ അദ്ദേഹം 3 വർഷം ഫോറിൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഉള്ളപ്പോൾ അദ്ദേഹം ഡോക്ടർ ജയശങ്കറിനെ അമേരിക്കയുടെ ഭാരതത്തിന്റെ അംബാസഡറായി നിയമിച്ചു. ഡോക്ടർ ജയശങ്കർ പല വർഷങ്ങൾ ചൈനയുടെ ഇന്ത്യൻ അംബാസിഡറായി പ്രവർത്തിച്ചു. വിദേശ മന്ത്രാലയത്തിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ കരിയറിൽ മോസ്കോ, കൊളംബോ, ബുഡാപെസ്റ്റ്, ടോക്കിയോ എംബസിയിലും തന്റെ ഡിപ്ലോമാറ്റ് കടമകൾ അദ്ദേഹം ചെയ്തു. ഡോക്ടർ ജയശങ്കർ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. JNUവിൽ നിന്നും മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കി. ഒപ്പം ഡോക്ടറേറ്റും ലഭിച്ചു. നട്വർ സിംഗിന് ശേഷം ഡോക്ടർ എസ് ജയശങ്കർ ഡിപ്ലോമാറ്റിൽ നിന്നും വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ്. ഡോക്ടർ ജയശങ്കറിന് പല ഭാഷകൾ സംസാരിക്കാൻ അറിയാം. ഇദ്ദേഹം ഒരു റൈറ്ററാണ്. സംഗീതത്തിലും കൂടുതൽ തൽപരനാണ്. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. പ്രധാനമന്ത്രി മോദിയുടെ ഫേവറേറ്റ് ഡിപ്ലോമാറ്റ് ഡോക്ടർ എസ് ജയശങ്കർ ആപ്കി അദാലത്തിൽ തന്റെ വാദങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. താങ്കളുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ചുമത്തുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിനോടാണോ അതോ ഒരു രാഷ്ട്രീയക്കാരനോടാണോ? ഇന്ന് ഞാൻ എന്താ പറയാൻ പോണെന്ന് വെച്ചാ, ഇന്ന് നിങ്ങൾക്ക് എന്നെ ഒരു പൊളിറ്റീഷ്യനായിട്ട് ഡീൽ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ 40 വർഷം ഞാനൊരു ഡിപ്ലോമാറ്റ് ആയിട്ടിരുന്നില്ലേ, ആ ശീലം എന്നെ വിട്ടുപോയില്ല. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ജയശങ്കറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം, ഇദ്ദേഹം ഡിപ്ലോമസിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൊളിറ്റിക്സിൽ ജയിക്കാൻ നോക്കുന്നു. ജയശങ്കർ സർ, താങ്കളിപ്പോൾ ഡിപ്ലോമാറ്റിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരനാണെന്ന് സമ്മതിക്കുകയാണ്. G20യുടെ വിജയത്തിനെക്കുറിച്ച് പല കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും പ്രശംസിക്കുകയുണ്ടായി. റഷ്യൻ പ്രസിഡന്റും പ്രശംസിച്ചു. അദ്ദേഹം ഇവിടെ വന്നില്ല, എന്നാലും പ്രശംസിച്ചു. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യ ഇക്കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് ചൈനയും പ്രശംസിച്ചതായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ലാലു യാദവ് സാർ എന്താ പറയുന്നതെന്ന് വെച്ചാ,
വെറുതെ ഇത്രയും ചെലവ് ചെയ്ത് കാശ് വെറുതെ കളഞ്ഞു, എന്ത് പ്രയോജനമാണെന്ന് ചോദിക്കുന്നു. അതെന്താന്ന് വെച്ചാല് നമ്മൾ ലാലുജീനെ എല്ലാവരും ബഹുമാനിക്കാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ പിന്നെ നിങ്ങൾ ബൈഡന്റെയും പുറ്റിന്റെയും ഒക്കെ പേരെടുത്തപ്പോൾ അവരുടെ കൂടെ നിങ്ങൾ ലാലുജിയുടെയും പേരെടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് തന്നെയാണ് നല്ലൊരു തെളിവ് ഞങ്ങൾക്ക് ഇത്രയും നാൾ എന്താണ് നേടാൻ പറ്റിയതിനെക്കുറിച്ചുള്ള. പിന്നെ നിങ്ങളിപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടെന്ന് കാണുകയാണെങ്കിൽ, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ G20 അവിടെ പറയുന്നുണ്ടല്ലോ സ്കിൽസ് മാപ്പിംഗ്. അതായത് എല്ലാ രാജ്യത്തിലും, അതായത് പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള രാജ്യത്തിൽ യുവജനങ്ങൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് നല്ല ടാലന്റ് ഉണ്ടാവാറുണ്ട്. ചിലർ എഞ്ചിനീയേഴ്സ് ആണ്, ചിലർ ഡോക്ടേഴ്സ് ആണ്, ചിലർ ആർക്കിടെക്ട്സ് ആണ്, ചിലർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പൊ അങ്ങനെ ലോകത്തിലെ സ്കിൽസ് മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ G20 കാരണം ഒരു തരത്തില് ഭാരതത്തിന്റെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലോബൽ വർക്ക് സ്പേസ് ഇല്ലേ, അതിന്റെ വാതില് കുറച്ചുകൂടെ ഒന്ന് തുറന്നു കിട്ടുകയാണ്. അതൊരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണവും തരാം. നമ്മുടെ നാട്ടിലേക്ക് വന്ന എല്ലാ അതിഥികളും അവരൊക്കെ ഭാരതത്തിന്റെ ടാലന്റ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആ 2 ദിവസത്തിനകം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രയാണിനെ പറ്റിയാണ്. 1-2 ഇടത്തിൽ ആൾക്കാർ അവർ 5Gയെ പറ്റി സംസാരിച്ചു, ചിലർ വാക്സിനെ പറ്റി സംസാരിച്ചു. പക്ഷേ എല്ലാത്തിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, അതായത് ഏറ്റവും കൂടുതൽ മൈറ്റിൽ നിൽക്കുന്നത്, അതായത് എല്ലാവരും മനസ്സിൽ നിൽക്കുന്നത് അത് ചന്ദ്രയാണായിരുന്നു. ഇനി ഈ മനുഷ്യർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവര് ആലോചിക്കാൻ തുടങ്ങും, അവര് ഭാരതത്തിലേക്കാ വന്നേ, എന്ത് നല്ലൊരു ഓർഗനൈസേഷനാണ് അവിടെ കണ്ടേ, എന്തൊരു ടാലന്റാണ് ഭാരതത്തില്. അങ്ങനെ വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്തുമാത്രം മാറുന്നറിയോ. ആൻഡ് ഫൈനലി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ G20 രാജധാനിയിലല്ല നടത്തിയേ, വിജ്ഞാൻ ഭവനിലല്ല നടത്തിയേ. ഇത് നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ട് ആഘോഷിക്കപ്പെടുകയായിരുന്നു. 60 നഗരങ്ങളിലായിരുന്നു ഇത് ആഘോഷിക്കപ്പെട്ടെ. എല്ലാ സ്റ്റേറ്റിലും ഇത് ആഘോഷിച്ചു. അതുകൊണ്ട് ഇതിന്റെ ഫലം ടൂറിസത്തിലും കാണാൻ സാധിച്ചു. അപ്പൊ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, ജോലിക്കാര്യത്തിലായിക്കോട്ടെ, ടൂറിസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഭാരതത്തിന്റെ ടാലൻസ്, അതായത് നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടിന്റെ കാര്യമാണേലും അതിനെപ്പറ്റി പറയുകയാണേലും, അല്ലെങ്കിൽ നിങ്ങൾ റിസോഴ്സസിന്റെ കാര്യം പറയുകയാണേലും, ബാങ്ക്, അതായത് ലെൻഡിങ്, ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സസിന്റെ കാര്യമാണേലും, ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഈ G20 നല്ലൊരു പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. ജയശങ്കർ സാർ, താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനു മുൻപും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ജയശങ്കർ സാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. രാജ്യം മുഴുവനും നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു, രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കി, ഒപ്പം മോദിജിയുടെ ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിനാണ്, ഭാരതത്തിനാണ്. ചിലരെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ടുള്ള ഭാരതം കാണിച്ചുകൊണ്ടിരുന്നു, പക്ഷെ നിങ്ങൾ എങ്ങനെ ഡെവലപ്പായ ഭാരതം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേതാക്കന്മാർ വരുമ്പോൾ ഭാരതത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളത്. ഈ ഫോട്ടോ എനിക്കൊരു പ്രേക്ഷകനാണ് അയച്ചു തന്നത്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുൻപ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഭാരതത്തിനെ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ താങ്കൾ കാണിക്കുന്ന ഭാരതം തികച്ചും വ്യത്യസ്തമാണ്. അതൊന്ന് കാണിച്ചൂടെ? തീർച്ചയായിട്ടും ആ ഫോട്ടോയും കാണിക്കുന്നതായിരിക്കും. നോക്കൂ, ഈ ഫോട്ടോയൊക്കെ കണ്ടതിന് ശേഷം നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ബീഹാറിനെ കുറിച്ച് കാണിക്കുന്നു, നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കാണിക്കുന്നു, അപ്പോൾ എല്ലാ ക്രെഡിറ്റും നിതീഷ് കുമാറിന് വേണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ, അതായത് എല്ലാവർക്കും ക്രെഡിറ്റ് വേണമെന്നാണെങ്കിൽ, അത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അവരത് അംഗീകരിക്കുന്നു എന്നാണ്. അതായത് എന്തൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. അതായത് ഇത് രാജ്യത്തിന്റെ ഒരു കൂട്ടായ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെങ്കിൽ അത് പിന്നെ ഒരു നല്ല കാര്യമല്ലേ? ഇവിടെ G20 നടന്നുകൊണ്ടിരുന്ന അന്ന് വൈകിട്ട് നമ്മുടെ അവിടെ അത്താഴത്തിന്റെ സമയത്ത്, അപ്പൊ അവിടെ നമ്മുടെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻജി പുള്ളിക്കാരനോടെ വന്നിരുന്നു. എന്നിട്ട് നമ്മളായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഉത്തരവുണ്ടല്ലോ, അതായത് നമ്മുടെ രാജ്യത്തില് ഏകദേശം 10 ഇവന്റ് നടന്നു, എന്നിട്ട് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നന്നായിരുന്നു എന്നും. അപ്പൊ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ
അദ്ദേഹത്തോട് ചോദിച്ചാലും അല്ലെ മമതാജിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററായ അശോക് ഗെഹ്ലോട്ട്ജിയോടും ചോദിക്കാം. അദ്ദേഹം വന്നില്ല. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് കുറെ ഇവന്റ്സ് കൂടെ അവിടെ നടക്കണമെന്നുണ്ടായിരുന്നു. അത് രാജസ്ഥാനിൽ. താങ്കൾ അവരെ പ്രശംസിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണോ? അല്ലല്ല. അതെന്താന്ന് വെച്ചാലേ ഞാൻ രാഷ്ട്രീയത്തിൽ അതായത് എൻ്റർ ചെയ്തല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാലോ ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ലെന്ന്. പക്ഷേ എന്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പുറത്തു പറയും. താങ്കൾ അത്രേ താങ്കളുടെ ഉള്ളൂ. ഡബിൾ റോൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ശരി. നോക്കൂ. അത് പിന്നെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടണം. എവിടെ കിട്ടുന്നു? കേജ്രിവാൾ സാർ പറയുന്നത് ഞങ്ങൾ അവിടെ എല്ലാം മിനുക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും കിട്ടിയിട്ടില്ലെന്ന്. അതിപ്പോ എന്താന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഇപ്പൊ രാജ്യത്തിന് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? അത് പ്രധാനമന്ത്രിയല്ലേ. അത് സ്വാഭാവികമല്ലേ. അപ്പൊ നമ്മള് പ്രധാനമന്ത്രിയെ ക്രെഡിറ്റ് ചെയ്യുമ്പോ നമ്മളെ തന്നെ അങ്ങോട്ട് സ്വയം ക്രെഡിറ്റ് ചെയ്യല്ലേ. അതായത് നമ്മളും അദ്ദേഹത്തെ സഹായിച്ചു എന്ന്. പ്രധാനമന്ത്രി മോദിജി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്നുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അത് കാണാം. എല്ലാവർക്കും ഇപ്പൊ കാണിക്കുന്നതായിരിക്കും. Yes. ഇപ്പോൾ താങ്കൾ തന്നെ പറയുക, മോദിജി വേറെ വേറെ രാജ്യങ്ങളിലുള്ള വേറെ വേറെ ജനങ്ങൾ, വേറെ വേറെ ഭാഷ സംസാരിക്കുന്നവർ, ഇവരെ എല്ലാവരെയും മോദിജി സെറ്റാക്കി കഴിഞ്ഞോ? അത് സത്യമാണല്ലോ. അത് വാസ്തവമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ മോദിജിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആരെ മീറ്റ് ചെയ്യുകയാണേലും ഒരു കോമൺ പോയിന്റ് കണ്ടുപിടിക്കും. അതിപ്പോ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ലോകം ചുറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. എന്നിട്ട് ഞാൻ കണ്ടതെന്നാന്ന് വെച്ചാൽ ഈ 10 വർഷത്തിൽ പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല രജത്ജി. എല്ലാവരും പറയുമായിരുന്നു ആ സമയത്ത് ഇയാൾക്ക് ഈ ഫോറിൻ പോളിസീസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എങ്ങനെ ഇത് ഇയാൾ ഹാൻഡിൽ ചെയ്യും, എന്ത് ചെയ്യും. അതേ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടേ. അദ്ദേഹത്തിന്റെ സക്സസ് എന്താന്ന് കണ്ടില്ലേ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തരത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു ലീഡറാണ്. അതായത് ജനങ്ങളുടെ കൂടെ കണക്ട് ചെയ്യാറുണ്ട് അദ്ദേഹം. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജോ ബൈഡൻ, ആ. മോദിജിയും ട്രംപും സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾ കരുതി. ജോ ബൈഡൻ ട്രംപിനെ തോൽപ്പിച്ചു വന്നു. അദ്ദേഹം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അത് പിന്നെ നമുക്ക് സമ്മതിച്ചല്ലേ പറ്റൂ. ഇത് മോദിജിയല്ലേ. അപ്പോ കാര്യം എന്താന്ന് വെച്ചാ അല്ല പിന്നെ നിങ്ങൾ ഇത് മാത്രമല്ലേ പറയുന്നുള്ളൂ. പക്ഷെ ഇവരെക്കാളും മുമ്പ് ഒബാമ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഇത് ഒരു തരത്തിൽ മോദിജിയുടെ ഒരു ക്യാരക്ടറാണ്. അതായത് ആരുടെ കൂടെ പുള്ളി കോണ്ടാക്റ്റിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയമുണ്ടല്ലോ. ഡൊണാൾഡ് ട്രംപിനൊപ്പം മോദി എങ്ങനെയാണ് സൗഹൃദമായതെന്ന് പറഞ്ഞു, വൈറ്റ് ഹൗസ് ഒക്കെ കാണിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ജോ ബൈഡനോട് എങ്ങനെ സൗഹൃദം വെച്ചെന്നുള്ള കാര്യം പറയുക. ആദ്യം അവർ തമ്മിലുള്ള പരിചയം ഉണ്ടായത് 2014 ആ സമയത്ത് ജോ ബൈഡൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അത് മോദിജിയുടെ ആദ്യത്തെ ചാൻസും ആയിരുന്നു US-ൽ. അദ്ദേഹം മെയ്യിൽ പ്രൈം മിനിസ്റ്ററായി സെപ്റ്റംബറിൽ US-ൽ വരികയും ചെയ്തു. ആ സമയത്ത് ഞാനായിരുന്നു US-ൽ അംബാസഡർ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള കെമിസ്ട്രി എങ്ങനെയാന്ന് വെച്ചാൽ ജോ ബൈഡൻ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കും പുള്ളി. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം അവിടുന്ന് തുടങ്ങിയത്. അദ്ദേഹമാണെങ്കിൽ മോദിജിക്ക് ഒരു ലഞ്ച് ഹോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആയപ്പോൾ, അതായത് 2020 അവിടുത്തെ പ്രസിഡന്റ് ആയത്. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതായത് അവർ തമ്മിൽ ആദ്യമായിട്ടൊരു പരിചയമുണ്ടല്ലോ, അതിൻ്റെ ഒരു പോസിറ്റീവ് അതായത് പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളുണ്ടല്ലോ, അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു എഫക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കിവിടെ എന്താ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ തുടക്കത്തിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ തന്നെ ആ സമയത്ത് കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ മീറ്റിംഗ് ഒക്കെ വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് മോദിജിയായിട്ടായിരുന്നു. അത് ക്വാഡുമായിട്ട് സംബന്ധപ്പെട്ട് ഈ ക്വാഡ് ഗ്രൂപ്പിംഗ് ഇല്ലേ, അതും ബന്ധപ്പെട്ടായിരുന്നു. എന്നിട്ട് അവർ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, അതായത് രണ്ടുപേരും പൊളിറ്റിക്സിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ ഇന്നത്തെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ
ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൽ ഞാൻ പറയും മോദിജി ആണ് ഇന്ന് സീനിയർ ആയിട്ടുള്ളത്. അതായത് പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും ലെവലിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങളിപ്പോൾ മുഴുവൻ പൊളിറ്റിക്സിന്റെ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന് അതായത് ബൈഡന് ഏകദേശം 50 വർഷത്തിന്റെ അനുഭവമുണ്ട്. കാരണം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ സെനറ്റർ ആയതാ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒരുമിച്ച് കൂടുമ്പോൾ അവര് തമ്മിലുള്ള കണക്ട് എങ്ങനെയാന്ന് വെച്ചാൽ അതും പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലുള്ളവരാണെങ്കിൽ പ്രസിഡന്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മോദിജിയുടെ അടുത്തേക്ക് വന്ന് എനിക്ക് ഓട്ടോഗ്രാഫ് തരൂ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് അടുത്തുനിന്ന് വലിയ കാര്യം തന്നെയല്ലേ? അദ്ദേഹം ഇതും പറയുണ്ടായി. അതായത് ഈ ജപ്പാനിൽ വെച്ച് ഓട്ടോഗ്രാഫിനെ പറ്റി പറഞ്ഞപ്പോ അതായത് ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് നോക്കൂ. അപ്പോ മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് കൂടി നിങ്ങളുടെ പോപ്പുലാരിറ്റി റേറ്റിംഗ് അഥവാ 70% മേലെയാണെങ്കിൽ അപ്പൊ പിന്നെ അതൊരു വലിയ കാര്യമല്ലേ? അവർക്കങ്ങനെ തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ആണ്. രണ്ടാമത് എന്താന്ന് വെച്ചാ ഇവരൊക്കെ ഭാരതത്തിൽ വരുമ്പോ ഭാരതത്തിനെ പറ്റി വായിക്കുമ്പോ ഭാരതത്തിനെ പറ്റി എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാ അവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ 10 വർഷം എന്തുമാത്രം മാറ്റമാണ് വന്നതെന്ന്. ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്നും ആ മാറ്റത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ ഇവിടെ നമ്മുടെ രാജ്യത്തിൽ എല്ലാവരുടെയും കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ടാലൻസ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാൻ കാരണം നമ്മുടെ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. മോദിജിയോടൊപ്പം അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഈസ് മോസ്റ്റ് ലവ് ലീഡർ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നു. വളരെയധികം ഇതുപോലുള്ള രാജ്യങ്ങളുണ്ട്, ഇതുപോലുള്ള ലീഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നരേന്ദ്രമോദി ഇന്ന് ഒരു റോൾ മോഡൽ ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർക്കൊക്കെ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര ഡിസൈസീവ് ആണ്, ഭയങ്കര ബോൾഡാണ്. അതായത് വലിയ വലിയ ചാലഞ്ചസ് ഒക്കെ അദ്ദേഹം വളരെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിന്ത വളരെ വിശാലമാണ്. അതായത് ഇന്നത്തെ ലോകം ഭയങ്കര ഹൈടെക് ആയിട്ടുണ്ട്, ടെക് സാവി ലോകമാണ് ഇന്ന്. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ലോകത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ലീഡേഴ്സിനെ നമ്മൾ അവരിൽ ടെക് സാവി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏത് രാജ്യത്തിനാണേലും ഏത് ലീഡറിനാണേലും ഏത് രാജ്യത്തെ പബ്ലിക്കിനാണേലും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നായിരിക്കും നോക്കുന്നത്. എന്നിട്ട് എവിടെങ്കിലും അവർക്ക് പിന്നെ മോദിജിക്കാണെങ്കിൽ ഒരു പ്രത്യേകതരം പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹമായിട്ട് എവിടെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ് അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ കാണാൻ വരുമ്പോൾ മോദിജിയെ കുറിച്ച് താങ്കളോട് എന്താണ് അവർ പറയാറ്? അതിപ്പോ എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എല്ലാവരും വരാറുണ്ട്, കാണാൻ ആഗ്രഹിക്കാറുമുണ്ട്. ഞാൻ ടൈം മാനേജറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. എല്ലാവരെയും ഇദ്ദേഹത്തെ എങ്ങനെയാ മീറ്റ് ചെയ്യിക്കുക, എങ്ങനെയാ ഓർഗനൈസ് ചെയ്യാന്നൊക്കെ. എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങളും കണ്ടു കാണുമല്ലോ ആ G20 ഇങ്ങനെ തീരുന്ന സമയത്ത് ആ ഹാമർ ഇങ്ങനെ അടിച്ചിട്ട് അദ്ദേഹം ആ ഹാമർ അങ്ങോട്ട് കൈമാറിയില്ലേ? അതായത് ലൂലയുടെ കയ്യിലേക്ക് കൊടുത്തില്ലേ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും പറഞ്ഞ്, അതായത് പ്രോഗ്രാം കഴിഞ്ഞു എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നായിരുന്നോ? ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് ലീഡേഴ്സ് ആരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹമായിട്ട് 1-to-1 മീറ്റിംഗ് നടത്താൻ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം അന്ന് രാത്രി വളരെ നീണ്ടുപോയി, രാത്രിയായി. കാരണം വന്നവരെല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടാണ് പോയത്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇസ് ദി ബോസ് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അല്ലേ? അദ്ദേഹം അങ്ങനെ പറയുന്ന രീതിയിൽ മോദിജി എന്ത് ഡയലോഗ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്? അത് പിന്നെ അദ്ദേഹം ഡയലോഗ് അടിച്ചതല്ല. മോദിജി അതായത് മോദിജി വരുമ്പോ അദ്ദേഹത്തിന്റെ ഡയലോഗ് തന്നെ റേഡിയേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം വരുമ്പോ നിങ്ങക്ക് തോന്നാറില്ലേ ഹീസ് ദ ബോസ് എന്ന്? സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ അദ്ദേഹം ചിരിക്കുന്നത് അധികം ആരും കണ്ടിട്ടില്ല. പക്ഷേ മോദിജിയോടൊപ്പം അദ്ദേഹം വീണ് വീണ് ചിരിക്കുകയാണ്. അതെ, ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യയുടെ രാജകുമാരൻ അദ്ദേഹം സ്വയം കാണുന്നത് അയാള് സൗദി അറേബ്യയുടെ മോഡറൈസറായിട്ടാണ് കാണുന്നത്. അതായത് ഈ രാജ്യം, അതായത് ഇതിന്റെ മുമ്പുള്ള രൂപം നിങ്ങൾക്കറിയാലോ, അവിടെ ഇന്ന് പല മേഖലകളിൽ വളരെ അധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് വുമൻസ് റൈറ്റ്സ്, അവർക്കുള്ള ഫ്രീഡം ലഭിക്കുന്നതിലും, അത് കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, പുതിയ നഗരം തയ്യാറാക്കി. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് സൗദി അറേബ്യയിൽ നടക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മളിന്ന് ലോകം ഒട്ടാകെ നോക്കുകയാണെങ്കിൽ എവിടെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു, അതായത് നമ്മൾ ഡിജിറ്റലില്, അതായത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഞാനിപ്പോ പുറത്തേക്ക് പോവുകയാണെങ്കിൽ
അതായത് ലോകത്തിൽ നമ്മുടെ രാജ്യത്തിൽ വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ, ഇതിനെക്കുറിച്ച് ലോകത്തിൽ ഒട്ടാകെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് പല രാജ്യങ്ങളുടെ കയ്യിൽ വാക്സിൻ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എങ്ങനെ വാക്സിനേഷൻ ചെയ്തേ? കാരണം ചില നാടുകളാണെങ്കിൽ ഡെവലപ്ഡ് നാടാണ്, പക്ഷെ അവർക്ക് അവിടെ വലിയ രീതിയിൽ വാക്സിനേഷൻ ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഇന്ന് നമുക്ക് ഇവിടെ ഇപ്പം എല്ലാവർക്കും മുദ്രയിൽ ലോൺ കിട്ടാറുണ്ട്. ഒരു പക്ഷേ 40 കോടി ജനങ്ങൾക്ക് ഇവിടെ ലോൺ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്നയോജനയിൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ, അതായത് 80 കോടി ആൾക്കാർക്ക് ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ, പിന്നെ അവരിവിടുത്തെ ലീക്കേജിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ, അതായത് നമുക്ക് ലീക്കേജുമായിട്ട് പഴയ ബന്ധം തന്നെ ഉണ്ടല്ലോ, ആ ലീക്കേജ് ഇന്ന് പൂർണ്ണമായിട്ട് നിന്നെങ്കിൽ അതിനെപ്പറ്റി അവർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ ചില മറ്റേ ലീഡേഴ്സിന്റെ അടുത്തുനിന്ന് കേട്ടു, ഞങ്ങളുടെ ഇവിടെ ലീക്കേജ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾക്കും ഇതൊന്നും തടയണമെന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഇതിന്റെ ടെക്നോളജി എന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ടെക്നോളജി ഡിജിറ്റലാണ്, പിന്നെ രണ്ടാമത്തെ ടെക്നോളജി മോദിജിയാണ്. അപ്പോ ഒരു ഫോട്ടോ ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു. 70-ലും ഉപരി രാജ്യങ്ങളുടെ ഹെഡ് രാജ്ഘട്ടിൽ 4 പടം നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് മോദിജിയും ബൈഡനും മുന്നിലേക്ക് വരുന്നു, ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ വരികയാണ്. രാജ്ഘട്ടിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ഐഡിയ ആരുടേതാണ്? അത് പിന്നെ ഇതില് 2 കാര്യങ്ങളുണ്ട്. ഇത് മോദിജിയുടെ ഐഡിയ ആയിരുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ ഗാന്ധിജിയെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറാണ്. അതുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു ലീഡറായ മഹാത്മാഗാന്ധിക്ക് ഒരു ശ്രദ്ധാഞ്ജലി കൊടുക്കാൻ അവിടെ പോയാൽ നന്നായിരിക്കും തോന്നി. എനിക്കിത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി, അവർക്കും അതായിരിക്കും തോന്നിയത്. അതുകൂടാതെ അവിടെ വന്ന കുറെ പേര് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടു. അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ വന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചപ്പോ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഫീൽ ഇല്ലേ, അതിനെപ്പറ്റി ഇവരെല്ലാവരും ആ 3rd സെഷനിൽ കുറെ പേര് കുറെ സംസാരിക്കുകയും ചെയ്തു. കോൺഗ്രസ്സുകാരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഗാന്ധിജിയെ പോലും നരേന്ദ്രമോദി പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചെന്നാണ്. അല്ല, ഇപ്പൊ ഇനി അവരെ പറ്റി ഞാനത് പറയാനാ. അതായത് പറയുന്നവര് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും, പ്രവർത്തിക്കുന്നവര് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കും. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഈ G20 എന്ന പ്രോഗ്രാം ഒരു രാഷ്ട്രീയ പ്രോഗ്രാമേ അല്ല, ഇതൊരു രാജ്യത്തിന്റെ പ്രോഗ്രാമാണ്. നമ്മള് എല്ലാവരും, അതായത് ഈ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ഇതിനെ വളരെ പ്രൗഡായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർ വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അധിർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടേക്ക് പോയതെന്ന്. പോയത് മാത്രമല്ല, അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരോടൊപ്പം ടേബിളിൽ ഒന്നിച്ചിരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. എന്റെ സാറേ, ഇത് ഡെമോക്രസിയാണ്. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ തരത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്തേ പറ്റൂ. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ ഈവന്റിന് ചേർന്ന് വന്നാൽ അത് ഈവന്റിന് വളരെ നന്നായിരിക്കും. ഈ സമയത്ത് വളരെ സങ്കുചിതമായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ഈ സമയത്ത് നമ്മുടെ നാടിന്റെ പുരോഗതിക്കായിട്ട് നമ്മളെല്ലാവരും അഭിമാനം കൊള്ളണം. പക്ഷേ അതിനെ നിങ്ങൾ രാഷ്ട്രീകരിച്ച അതിനെപ്പറ്റി പിന്നെ എനിക്കൊന്നും പറയാനില്ല. ശശി തരൂർ ഒരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ഇവർ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ 2024 ഇലക്ഷനിൽ താങ്കൾ കാരണം കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. 2024 നടക്കാൻ പോകുന്ന ഇലക്ഷൻ അത് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഡെമോക്രസിയിൽ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്, നിങ്ങൾ തന്നെ പറ. സോ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ 2024 നടക്കാൻ പോകുന്ന ഇലക്ഷൻസിൽ ഗവൺമെന്റ് റെക്കോർഡ് പ്രകാരം അദ്ദേഹം ഇത്രയും നാൾ ചെയ്ത നല്ല ജോലികൾക്ക് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കും. പക്ഷേ എലക്ഷൻസ് നടക്കുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഇതൊന്നും അർത്ഥമാക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകളൊന്നും അത്രയും ബ്രോഡല്ലായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ വളരെ ചെറുതായിട്ട് ചെയ്യൂ, അതും ഭയങ്കര പേടിച്ചിട്ടാ ചെയ്യുന്നത്. വലുതായിട്ട് നമ്മുടെ കയ്യിൽ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ സംഗതികളൊക്കെ മാറി. പക്ഷെ പൊളിറ്റിക്സ് മാത്രം മാറിയിട്ടില്ല. അതായത് മോദിജിയുടെ പൊളിറ്റിക്സും മാത്രം മാറിയിട്ടില്ല. പക്ഷെ നാട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ജയശങ്കർ സർ, പ്രതിപക്ഷത്തിന്റെ പ്രശ്നം തന്നെ ഇതാണ്. ആദ്യം ചന്ദ്രയാന്റെ നല്ല പേര് മോദിജിക്ക് കിട്ടി, അതുപോലെ തന്നെ G20 ലഭിച്ചു. ശ്രീരാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് ലഭിക്കും, അതുകൊണ്ട് ജയിക്കുമെന്നാണ് പറയുന്നത്. അതെ, ഇത് ആക്ച്വലി അവരാലോചിക്കേണ്ടതാണ്.
പിന്നെ ഞങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല അഭിപ്രായം എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തനിയെ നടക്കില്ലല്ലോ. ഈ G20 നമ്മൾ ജയിച്ചെങ്കിൽ കുറെ പേര് അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാ ലോകവും ജോയിന്റ് ഡിക്ലറേഷൻ നടക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്കിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാം. വീണ്ടും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ, ജോയിന്റ് ഡിക്ലറേഷൻ ഒന്നും നടക്കില്ലെന്ന്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ? അതായത് ഇന്ന് ലോകത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോ എല്ലാവരുടെ അടുത്തുനിന്ന് സമ്മതം വാങ്ങുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതുകൂടാതെ ഈ സമ്മിറ്റ് നടക്കുന്ന 2-3 ദിവസത്തിന് മുമ്പ് ഈ നെഗോസിയേഷൻസ് നടക്കുന്ന സമയത്ത് അപ്പോ എന്റെ ടീമിന്റെ ഒക്കെ കഴിഞ്ഞു എന്ന് പറയും, പിന്നെ ഉടനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ കയറി വരും. ഇങ്ങനെ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചോണ്ടിരുന്നത്. സോ ഫൈനലി എന്താ നടന്നെന്ന് വെച്ചാ ഞങ്ങൾക്കത് എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്തേ പറ്റൂ. അതില് ചില നാടുകൾ മാത്രം അതിനെ അനുകൂലിച്ചില്ല. സോ അവരുടെ ഹയസ്റ്റ് ലെവലിൽ മീറ്റ് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി. ശരിയായിട്ട് സംസാരിച്ച് ഇതെല്ലാം നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവരെ മനസ്സിലാക്കിക്കണമെന്ന് തോന്നി. കാരണം നമ്മൾ ആ യുക്രൈൻ സംഭവത്തെപ്പറ്റി ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മറ്റേ ജോലികളും നമുക്ക് തീർക്കാൻ പറ്റില്ല. സോ അത് വളരെ ദൃഢമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എന്റെ ടീമിനോട് നേരെ മോദിജിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇവര് 4 പേരുണ്ട്, ഈ 4 പേരോട് നിങ്ങൾ സംസാരിച്ചാൽ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് എല്ലാവരുടെയും പൊതു തീരുമാനമാണെന്നും പറഞ്ഞ് ഡിക്ലെയറും ചെയ്തു. അത് പിന്നെ മോദിജി സംസാരിച്ചതുകൊണ്ടാണ് ജോയിന്റ് ഡിക്ലറേഷൻ സംഭവിച്ചതെന്ന് ആദ്യമായിട്ട് ഞങ്ങൾ അറിയുകയാണ്. ഇല്ല, അതാ ഞാൻ പറഞ്ഞ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മൾ നോക്കിയ ഒരു വലിയ ലൗഞ്ചാണ്. ഈ സ്ഥലത്തെക്കാളും ഏതാണ്ട് 2-3 ഇരട്ടി ഉണ്ടാവും. മീറ്റിംഗ് തുടങ്ങുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പോയി എല്ലാവരോടും നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് ഈ ലീഡേഴ്സിനോട് സംസാരിച്ചു. അവര് എല്ലാവരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഈ കാര്യത്തില് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്താൽ നല്ലതാവുന്നു. ഇത് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒറ്റ കാരണത്താൽ ഈ മുഴുവൻ പ്രോസസ്സും നമ്മൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലീഡേഴ്സിനും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മോദിജിയുടെ പുറത്ത് അവർക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. ഇതിന് മുൻപുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ പ്രൊഫഷനിലുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയിലേക്കാണ് നോക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയിലേക്കാണ് നോക്കുന്നത്. അവരുടെ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നോ അതാണ് ശരി. മറ്റുള്ളവർക്ക് അവരെ പിന്തുടരുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ റോള് തന്നെ മാറ്റിയിരിക്കുകയാണ്. അത് പിന്നെ നിങ്ങള് അത് സമയം മാറി എന്നല്ല പറഞ്ഞു വരുന്നേ. അത് മാറിയല്ലോ, ഞാൻ സമ്മതിക്കുന്നു. അതായത് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് വെച്ചാ, കാലം മാറിയതാണോ അതോ നിങ്ങൾ മാറ്റിയതാണോ? അത് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം ഡിപ്ലോമാറ്റിനോടാണോ ചോദിക്കുന്നത്, പൊളിറ്റീഷ്യനോടാണോ ചോദിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിലുള്ളത് 2 in 1 അല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, പിന്നെ ചില കാര്യങ്ങൾ മാറ്റിയിട്ടുമുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മിറ്റ് ഒക്കെ ഞങ്ങളുടെ ഭരണകാലത്ത് നടന്ന കാര്യമാണെന്ന്. ബൈ ചാൻസിലാണ് ഇത് മോദിജി പ്രധാനമന്ത്രിയായ സമയത്ത്. സാറേ, അതാ അങ്ങനെയല്ല. 40 വർഷമായിട്ട് നിങ്ങൾ ഈ പ്രൊഫഷനിലുണ്ട്, ഞാനും 40 വർഷമായിട്ടുണ്ട്. ഇതേപോലുള്ളൊരു സമ്മിറ്റ് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സമ്മിറ്റുകള് 1983 നോൺ അലയൻസ് സമ്മിറ്റ് ഞാനുണ്ടായിരുന്നു. ഞാൻ അവിടെ ജൂനിയർ ഓഫീസർ ആയിരുന്നു. അത് നടക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ഇപ്പൊ ഉള്ള ഒരു ഇന്ത്യ നടുക്ക് നിറയെ വളർച്ചയും മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ നാടും മാറിയിട്ടുണ്ട്. നമ്മുടെ ടാലൻസ് ആണെങ്കിൽ അതിലും നിറയെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലീഡേഴ്സിന്റെ ഇടയിലും മാറ്റം വന്നിട്ടുണ്ട്. ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. സർ, എന്റെ ചോദ്യം USA ആൻഡ് റഷ്യ രണ്ടുമേ വെവ്വേറെ നാടാണ്. ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലോകത്തിൽ ഇപ്പോ കുറെ ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും യുക്രൈൻ കാരണം. സത്യം പറയണമെങ്കിൽ ഇത് സത്യത്തിൽ എനിക്കൊരു ചാലഞ്ച് തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻസേ എടുക്കാറുള്ളൂ. പലപ്പോഴും ജനങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ വശത്താണോ അതോ മറുവശത്താണോ എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജനങ്ങൾ അവരെന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ആദ്യം കേട്ടു. അവർക്കുള്ള റെസ്പെക്റ്റും മര്യാദയും ഒക്കെ ഞാൻ കൊടുത്തേ പറ്റൂ എന്ന് ഞാനും വിശ്വസിച്ചു.
യുക്രൈൻ വാറിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. Yeah. യുക്രൈൻ വാറിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ യൂറോപ്പുണ്ട്, ഒരു സൈഡിൽ അമേരിക്കയുണ്ട്, ഒപ്പം ഒരു സൈഡിൽ റഷ്യയുണ്ട്. ഇപ്പോ മോദിജി കാരണം പുടിനും ഒരു പ്രശ്നവുമില്ല. മോദിജിയുടെ അടുത്ത് യൂറോപ്പുകാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. മോദിജി ചെയ്തതുകൊണ്ട് അമേരിക്കക്കാർക്കും ദേഷ്യമൊന്നുമില്ല. എല്ലാവർക്കും നമ്മൾ സഹായമായിരിക്കണം, എല്ലാവരും വളരണം. ഇപ്പോൾ ഒരു ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ആപ്കി അദാലത്തിൽ ജയശങ്കറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു പ്രാവശ്യം താങ്കളോട് ചൈനയെപ്പറ്റി സംസാരിച്ചു, പക്ഷേ താങ്കൾക്ക് ചൈനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകിൽ പറയുന്ന ആൾക്ക് അറിവില്ലായിരിക്കും, അല്ലെ കേൾക്കുന്ന ആൾക്ക് അറിവില്ലായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കറിന് മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ചൈനയെ കണ്ട് പേടിക്കുന്നു എന്നതാണ്. ഇപ്പോ ഈ കുറ്റാരോപണം ആരാണ് പറയുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി സാറാണ്. അദ്ദേഹം കുറച്ച് ദിവസത്തിന് മുമ്പ് ലഡാക്കിൽ പോയിരുന്നു. അവിടെ അദ്ദേഹം പാങ്കോങ് തടാകത്തിലും പോയിരുന്നു. നമ്മുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സ്ഥലം ചൈന എടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം നിങ്ങൾക്കെതിരായി കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളൊന്നും ചെയ്തില്ലെന്ന്. അദ്ദേഹം പാങ്കോങ്സോ പോയത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ദൂരത്തിൽ ഒരു ലാൻഡ് കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ലാൻഡിന്റെ ചരിത്രം എന്താണെന്ന് ഞാൻ പറയാം. 1959 ചൈനക്കാർ വന്നായിരുന്നു. 1959-62 ഇടയ്ക്ക്, അതായത് ആ 3 വർഷത്തിൽ ആ ഏരിയയെ ആക്രമിച്ചിരുന്നു. 1962 നടന്ന വാറിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, കുൽനാക് ഫോർട്ട്. ആ സ്ഥലത്ത് ഇപ്പം ആക്രമിച്ചതല്ല, 1962 തന്നെ എടുത്തിരുന്നു. നമ്മുടെ ചൈനക്കാര് ആ ലാൻഡിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ്, എല്ലാത്തിലും മുമ്പ്, ഒരു പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞത് സത്യമാ, ലാൻഡ് പോയിരുന്നു, 38,000 കിലോമീറ്റർ പോയിരുന്നു. പക്ഷേ 62-ല്, പക്ഷേ മോദിജി ചൈനീസ് പ്രസിഡന്റിന് കൊടുത്തതായിട്ടാണ് പറയുന്നത്. 1962-ലോ എന്നുവെച്ചാ 2020-ല്. അപ്പം നമ്മള് ആ കോവിഡ് ലോക്ക്ഡൌണിലായിരുന്നു. ആ സമയത്ത് ചൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കും അവർക്കും നമ്മുടെ ഇടയിൽ 2 എഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു. സോ ആ എഗ്രിമെന്റ് പ്രകാരം 2 വശത്തുനിന്നും മിലിറ്ററി ഫോഴ്സസ്, അതായത് അധികം മിലിറ്ററി ഫോഴ്സസിനെ ആ ബോർഡറിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മളുടെ ഇടയിലുള്ള ഒരു സോർട്ട് ഓഫ് റിട്ടേൺ എഗ്രിമെന്റ് ആണ്. ഒരുപക്ഷെ ഫോഴ്സസ് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ നേരത്തെ തന്നെ ഇന്റിമേറ്റ് ചെയ്യണം. ഈ എഗ്രിമെന്റ് ഒന്നും ഞങ്ങൾ ഇട്ടതല്ല. ആ സമയത്ത് 30 വർഷം മുമ്പ് നരസിംഹറാവു സാർ ഉള്ളപ്പോൾ ആ ഗവൺമെന്റിന്റെയാണ്. അതായത് കോവിഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ഡിപ്ലോയ് ചെയ്യില്ലെന്ന് അവർക്ക് വിചാരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മോദിജി ആ സമയത്താണ് ഒരു തീരുമാനം എടുത്ത്, ഒരു പക്ഷേ ചൈനയുടെ അടുത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും അപകട സൂചന ലഭിച്ചാൽ ഫോഴ്സസ് ഡിപ്ലോയ് ചെയ്യണമെന്ന്. അപ്പോഴാണ് അദ്ദേഹം മൊത്തം എയർഫോഴ്സും നമ്മുടെ റെയിൽ സിസ്റ്റം എല്ലാം ഒന്ന് യൂസ് ചെയ്ത് ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്ത്. ആ സമയത്ത് എയർഫോഴ്സിൽ നിന്ന് മാത്രം 70,000, അതായത് നമ്മുടെ ആർമിയിലുള്ള സോൾജേഴ്സിനെ അവര് എയർലിഫ്റ്റ് ചെയ്തിരുന്നു. നമ്മള് ടാങ്ക്സും എയർലിഫ്റ്റ് ചെയ്തു, വലിയ വലിയ ഗൺസ് അതും എയർലിഫ്റ്റ് ചെയ്തു. അതായത് എല്ലാം തന്നെ എയർലിഫ്റ്റ് തന്നെ ചെയ്തു. ഈ ഏപ്രിൽ സമയം അവിടെ ഒരു മഞ്ഞ് കാലഘട്ടമാണ്. ഈ റോഡുകളൊന്നും നന്നായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ആരും ശ്രദ്ധിക്കാറേയില്ല. ആ സമയത്ത് UPA ഗവൺമെന്റ് ഉള്ള സമയത്ത് ആ റെക്കോർഡ് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ ബോർഡർ ഇങ്ങനെ തന്നെ വിട്ടാൽ ചൈനക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത് അവരുടെ ചിന്ത അങ്ങനെയായിരുന്നു. ഈ ബോർഡറിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ആരും അത്ര വലുതായിട്ട് കാര്യമാക്കിയില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ അവിടെ കുറെ ഡെവലപ്മെന്റ്സ് നടന്നു. പക്ഷേ ഡിപ്ലോയ് ചെയ്യുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ ആ സമയത്തും, അതായത് 2020-ല് ഞങ്ങൾ അവിടെ ആയിരക്കണക്കിനുള്ള മിലിറ്ററി ഫോഴ്സസിനെ അയച്ചിരുന്നു, വെപ്പൺസ് അയച്ചിരുന്നു, ഡിപ്ലോയ് ചെയ്തു. ഒരുപക്ഷെ ഇന്ന് അവിടെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാ, അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നാൽ നമുക്കൊരു സുരക്ഷയുണ്ട്. ഇത് മോദിജി ഗവൺമെന്റ് കാരണം വന്ന ഒരു ഡിസിഷനാണ്.
ലാൻഡിനെ പറ്റി നമ്മൾ ഇത്രയും ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ ചിന്തിക്കണം. ആരാണേലും ചിന്തിക്കണം. എനിക്കും ആ ചിന്തയുണ്ടല്ലോ. ലാൻഡിനെ പറ്റി ഇത്രയും ചിന്തയുണ്ടെങ്കിൽ 38,000 കിലോമീറ്റർ ലാൻഡ് അത് 62-ല് പോയതാ. അത് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടെടുക്കണ്ടേ? ഒരു പക്ഷെ നമ്മൾ ഒളിമ്പിക്സിന് വേണ്ടി ചൈനയിലേക്ക് പോയാൽ ആ ലാൻഡിനെ പറ്റി സംസാരിച്ചേ പറ്റൂ. ഇതിനെപ്പറ്റി അവർ സംസാരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചൈനീസ് വന്നിരുന്നു, നമ്മളും കൃത്യസമയത്ത് തന്നെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു എന്ന് താങ്കൾ നന്നായിട്ട് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം താങ്കളോട് ചൈനയെപ്പറ്റി സംസാരിച്ചു, പക്ഷേ താങ്കൾക്ക് ചൈനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോ ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്ക് അത് മനസ്സിലാക്കിക്കാൻ പറ്റിയില്ലെന്നാ തോന്നുന്നത്. ഒന്നുകിൽ പറയുന്ന ആൾക്ക് അറിവില്ലായിരിക്കും, അല്ലെ കേൾക്കുന്ന ആൾക്ക് അറിവില്ലായിരിക്കും. ഇതില് എന്റെ മിസ്റ്റേക്ക് ആകാനും സാധ്യതയുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹം വലിയ ജ്ഞാനിയായിരിക്കാം, ബുദ്ധിമാനായിരിക്കാം, ഭയങ്കര കഴിവുള്ള മനുഷ്യനായിരിക്കാം. പക്ഷെ താങ്കൾ പല വർഷങ്ങളായി ചൈനയിൽ ഉണ്ടായിരുന്നു അല്ലേ? ഞാനൊരു 4.5 വർഷത്തേക്ക് അവിടെ അംബാസഡർ ആയിരുന്നു. ഇതുവരെ നോക്കിയ എന്റെ റെക്കോർഡ് ഏറ്റവും കൂടുതൽ അവിടെയായിരുന്നാണ് തോന്നുന്നത്. എന്നിട്ട് പോലും താങ്കൾക്ക് ചൈനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്? ഇല്ല, ഒരുപക്ഷെ ഞാൻ 4.5 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മനസ്സിലായേനെ. ഒരു കാര്യം ഈ രാജ്യത്തുള്ള ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോദിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചൈന നമ്മുടെ 1 ഇഞ്ച് സ്ഥലം പോലും എടുത്തിട്ടില്ല എന്ന്. പക്ഷെ വീണ്ടും വീണ്ടും പലർ, അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ഇന്റർനാഷണൽ മീഡിയയും പറയുന്നുണ്ട്, അതായത് മോദിജി നമ്മുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ചൈന നമ്മുടെ സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെന്ന്. യാഥാർത്ഥ്യം എന്താണ്? അതായത് എന്താന്ന് വെച്ചാ സാറേ, നമ്മുടെ ഈ മിലിറ്ററി ഇല്ലേ, അവരെല്ലാവരും അവരവരുടെ ബേസ് ക്യാമ്പിലാണ് ഉണ്ടാവാറുള്ളത്. ബേസ് ക്യാമ്പില് അവിടെ നിന്നാണ് അവർ പോയി പാട്രോളിങ് ചെയ്യാറുള്ളത്. സോ നടുക്ക് ഇങ്ങനൊരു ബോർഡർ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ആ ലൈനിന്റെ സൗത്ത് സൈഡിലാണ് ഉള്ളത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ക്യാമ്പിനും ഈ ബോർഡർ ലൈനിന്റെ ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അത് പിന്നെ അവരുടെ സൈഡിലും അതേപോലെ ആയിരിക്കും. അവരുടെ സൈഡിൽ ചില സ്ഥലങ്ങൾ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 10 വർഷം മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കിയിട്ടുള്ളൂ. നമ്മളും ചെറുതായിട്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറേ നാളായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2020 ശേഷം 2 സൈഡിലും ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് നടന്നിട്ടുണ്ട്. അതായത് ക്യാമ്പ് വിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. നോർമലി ആർമിയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ പാട്രോളിംഗ് ചെയ്യാൻ പോകും, പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോഴാണ് നമുക്ക് പുറത്തു പോയി നമ്മുടെ പ്രസൻസ് കാണിക്കാൻ പറ്റുക. അതായത് ടെൻസില് അല്ലെങ്കിൽ ക്യാമ്പ്സില് അവിടെയാണ് പോസ്റ്റുകളുള്ളത്. അപ്പൊ അങ്ങനെ 2 പേരുടെ പോസ്റ്റ് മുമ്പിൽ തന്നെ വന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച കഴിഞ്ഞ 3 വർഷം പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ആ പല സ്ഥലങ്ങളിലും നമ്മൾ വളരെ അടുത്ത് എത്തി എന്നുള്ളതാണ് സത്യം. അത് പിന്നെ ഈ ഗൽവാനില് നടന്ന ആ സംഭവമില്ലേ, അത് എന്തുകൊണ്ടാണ് നടന്നതെന്ന് വെച്ചാൽ അത് ഇതാണ് കാരണം. അതായത് 2 വശത്തു നിന്നും, അതായത് 2 പേരും വളരെ അടുത്തെത്തി. സോ നമ്മുടെ ശ്രമം ഉണ്ടായിരുന്നു, അവരും നന്നായിട്ട് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ 2 പേരും നമ്മളുടെ ഈ ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് നമ്മുടെ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. ശരി, ഓക്കെ. ചൈന നമ്മുടെ സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടില്ല, അതുപോലെ നമ്മൾ അവരുടെ സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയാണ് 19 പ്രാവശ്യം മീറ്റിംഗ് നടന്നത്? അത് പിന്നെ 19 പ്രാവശ്യം മീറ്റിംഗ് എന്തിനാ നടന്നതെന്ന് വെച്ചാൽ, ഈ വശത്തും ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, 2 വശത്തു നിന്നും വളരെ അടുത്തെത്തിയിരുന്നു. ആ സമയത്ത് നമ്മുടെ ആർമി എല്ലാ വെപ്പൺസുമായിട്ട് വളരെ അലേർട്ടായിരുന്നു. ഒരു ടെൻഷൻ സോർട്ട് ഓഫ് സോൺ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ആയത്. അങ്ങനെ ഒരു ടെൻഷൻ സിറ്റുവേഷനിൽ ആയുധമുള്ളവരെ ഫോർവേഡ് ഡിപ്ലോയ്മെന്റിലേക്ക് അയച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു ടെൻഷൻ സിറ്റുവേഷൻ അവിടെ നടന്നുകൊണ്ടിരുന്ന അപകടത്തിന്റെ ചാൻസ് കൂടുതലാണ്. എന്നുവെച്ചാൽ ഇതിനു മുമ്പ് സംഭവിച്ചത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം നെഗോസിയേഷൻ എന്താന്ന് വെച്ചാ, 2 പേരും ഇത്ര അടുത്തല്ലേ ഇരിക്കുന്നേ, ഞങ്ങള് കുറച്ച് പുറകോട്ട് പോവാം, നിങ്ങളും കുറച്ച് പുറകോട്ട് പോക്കോ. ഈ കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഇതുപോലൊരു സിറ്റുവേഷൻ 1958 ഉണ്ടായത്. അതും ഉത്തരാഖണ്ഡില് ബാരാഹോട്ടി എന്നുള്ള സ്ഥലത്തായിരുന്നു. ഈ ബാരാഹോട്ടിയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, 2 വശത്തുനിന്നും മുന്നോട്ട് വന്നിരുന്നു. പിന്നെ വാക്ക് തർക്കങ്ങളായി.
പിന്നെ ആ വാക്ക് തർക്കത്തിൽ അന്നുണ്ടായിരുന്ന ആ സമയത്തെ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കുറച്ച് പുറകോട്ട് വരാം, കാരണം ആ വശത്ത് പാട്രോളിംഗ് നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 1980s, അതായത് 1980s 1990-ല് 1986-ല് സുന്ദരാംഷു എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് അരുണാചൽ പ്രദേശില്, ആ വഴിയാണ് അകത്തേക്ക് പ്രവേശിച്ചതെന്ന് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടി. അതായത് ആ ഭാഗത്തുനിന്ന്. അപ്പൊ ആ 85-ന്ന് 91 വരെ, അതായത് 6 വർഷം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു 9 വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞാണ് ഒരു ചെറിയ ഡിസിഷനിലേക്ക് വന്നത്. അതായത് ചില പോസ്റ്റുകൾ നമ്മൾ വിഡ്രോ ചെയ്യണം, ചില പോസ്റ്റുകൾ അവർ വിഡ്രോ ചെയ്യുന്നു. പക്ഷേ ഈ ടെൻഷൻ സിറ്റുവേഷൻ ഒക്കെ നടക്കുമ്പോൾ, അതായത് ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് വരെ രണ്ട് സൈഡിൽ നിന്നും പുറകോട്ട് പോകേണ്ട യാതൊരു നിങ്ങൾക്ക് ആവശ്യമില്ല. ചൈനയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. വീണ്ടും എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാടുകൾക്കിടയിൽ ബൗണ്ടറീസ് എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയണേ. പിന്നെ ചില രാജതന്ത്രങ്ങളും ഉണ്ട്. നമ്മൾ ഇതിൽ ഒരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷവും, അതായത് ഞാനിതൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ സ്ഥലമാണെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ ഞാനിത് എൻ്റെ സ്ഥലമാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ കഴിഞ്ഞ 60 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സമയത്ത് നമ്മൾ നോക്കിയാൽ എല്ലാത്തിനേക്കാളും ഉപരി, അതായത് മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എഗ്രിമെന്റ് ഉണ്ട്. 93-ലൊന്ന്, 96-ലൊന്ന്. ആ എഗ്രിമെന്റ് പ്രകാരം അവരുടെ ആർമിയെ, അതായത് ഏത് ബോർഡർ ഏരിയ ആയിക്കോട്ടെ, കൂടുതൽ ആർമിയെ കൊണ്ടുവരാൻ പാടില്ല. ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് അവർ ഈ നിയമം ലംഘിക്കുകയാണെങ്കിൽ അവര് വേണമെന്ന് വെച്ച് ചെയ്തതായത്. അതായത് തെറ്റാണെങ്കിൽ ഒരു 100-ഓ 200-ഓ മറ്റോ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1000 പേരുണ്ടാവും. പക്ഷെ 10,000 പേരെന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് ചെയ്തതായിരിക്കുമല്ലോ. അതൊരു പ്ലാൻ ആയിരിക്കും, അല്ലെ ഒരു ഓർഡർ ആയിരിക്കും. സോ അവർ ഈ ഒരു റൂൾസ് ലംഘിച്ച അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മളെ ഒതുക്കണം എന്നുള്ളൊരു തീരുമാനം അവരിലുണ്ട്. അപ്പോ ഇതിനെ പ്രതികൂലിക്കുന്ന രീതിയിലാണ് നമ്മൾ അവരോട് വഴക്കിട്ടോണ്ടിരുന്നത്. പലരും നരേന്ദ്രമോദി ചൈനയെ കണ്ട് പേടിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇല്ല. അതായത് നമ്മളെ ഒതുക്കാനായിട്ടുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരമാണ് നമ്മള് കൗണ്ടർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആർമി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ലോകത്തിലെ ഏത് രാജ്യത്തോട് പോയി നിങ്ങൾ ചോദിച്ചാലും, ഏത് രാജ്യമാണ് ചൈനയോട് നേർക്കുനേർ മുട്ടുന്നതെന്ന്, ആ നാടാണ് ഭാരതം. ഇനി അത് മാത്രമല്ല, കോവിഡ് സമയത്ത് ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്ത് അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആ സമയത്ത് ഇതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല, കാരണം ഇത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ഒരു ജോലിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതിനെപ്പറ്റിയുള്ള പബ്ലിക് ഡിബേറ്റ്സ് ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും ഇല്ല. ഈ ട്രൂപ്സിന്റെ മൂവ്മെന്റ് കുറച്ച് അധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് തന്നെ ഒരു രാജ്യം ചൈനയ്ക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതം മാത്രമാണ്. ജയശങ്കർ സർ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അന്നു മുതൽ ഇന്ന് വരെ 18 പ്രാവശ്യം 1-to-1 മീറ്റിംഗ് നടന്നിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റിന്റെ കൂടെ. നരേന്ദ്രമോദി അദ്ദേഹത്തിനെ ഭാരതത്തിലേക്ക് വിളിച്ചു, ഊഞ്ഞാലാട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന് നരേന്ദ്രമോദിജി കൊടുക്കാത്ത ബഹുമാനം ഒന്നുമില്ല. കാണുമ്പോൾ രണ്ടുപേരും നല്ല ബന്ധമുള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ അവർക്കുള്ളിൽ അങ്ങനെയല്ലേ? രാജതന്ത്രപ്രകാരം ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുടെ കൂടെ നമ്മൾ നല്ല റിലേഷനൊക്കെ വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ഈ അയൽ രാജ്യങ്ങൾ, അവരുമായിട്ട് നമുക്ക് ചില സ്ഥലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതും നമുക്ക് മാനേജ് ചെയ്തേ പറ്റൂ. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, 2014 തൊട്ട് നമ്മുടെ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടെ ഉണ്ടായ വളർച്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവിടുത്തെ റോഡ് നിർമ്മാണ ജോലി, പിന്നെ ടണൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ജോലി, പിന്നെ അതിനോടൊപ്പം ബ്രിഡ്ജസ് ഒക്കെ പണിയുന്ന ജോലി, ഇതൊക്കെ ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ സ്ഥലത്തു നിന്നാണ് ഈ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ 2014-ലോ അല്ല അതിനു മുമ്പോ ഇത് ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് ആ ഭാഗത്ത് പോകാനുള്ള ലോജിസ്റ്റിക്സോ അല്ല വഴികളോ ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ടെമ്പറേച്ചർ -20, -30 ഉള്ള സ്ഥലമാ. വർഷം മുഴുവനും അവിടെ ഐസ് കെട്ടി കിടക്കുകയായിരിക്കും. അവിടെയുള്ള ജനങ്ങൾ വെള്ളം കുടിക്കണമെങ്കിൽ ഈ ഐസ് ഉരുക്കിയായിരിക്കും കുടിക്കുന്നത്.
സോ അവിടെയുള്ള ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞങ്ങള് നമ്മുടെ ആർമി അവിടെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. യെസ്, ഇത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതിനോടൊപ്പം അവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. അവിടുത്തെ ഈ വഴക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങളെന്താ പേടിച്ചുപോയോ, നിങ്ങളെന്താ തോറ്റുപോയോ, ഇങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ആർമിയുടെ ധൈര്യം എന്താ കൂടാൻ സാധ്യതയുണ്ടോ? അപ്പോ 62-ല് ഈ വലിയ യുദ്ധം നടക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ ഒന്നായിട്ട് നിന്നിരുന്നു. അതുമാത്രമല്ല, കാർഗിൽ യുദ്ധം നടക്കുമ്പോഴും, അതായത് ഇതിനു മുമ്പ് രാജ്യത്തിൽ എന്ത് പ്രശ്നം നടന്നപ്പോഴും ആ സമയത്തൊക്കെ ജനങ്ങൾ അവരുടെ സ്വന്തം പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നാടിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പൊ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരുടെ അഭിപ്രായങ്ങൾ, അതായത് ഇവിടെയുള്ള ചില മനുഷ്യര് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് 62-ൽ നടന്ന സംഭവമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. ചൈനയില് അവരുടെ ബോർഡറില് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ഒരു ബോർഡർ വില്ലേജ് എന്ന് പറയും. ഇപ്പോൾ ഉള്ള അതേ സ്ഥലത്താണ് 1959-ല് ചൈന ആക്രമണം നടത്തിയതും. ഇപ്പൊ അതിനെപ്പറ്റിയുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുന്നുണ്ട്. എപ്പോ? 1959-ലെ. ഇപ്പോ ഇന്ത്യക്കെതിരായിട്ട് അവര് അരുണാചൽ പ്രദേശിന്റെ ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇല്ല, അരുണാചൽ പ്രദേശിനെ പറ്റി അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ മുഴുവൻ തെറ്റാ. നിങ്ങൾ ആ കാര്യം വിട്ടേക്ക്. ആ മാപ്പ് ആരും അംഗീകരിക്കുന്നില്ല. കാരണം സ്ഥലം നമ്മുടേതാണ്, പക്ഷെ പേര് മാത്രം അവരുടേതാണ് വെച്ചിരിക്കുന്നത്. അവരുടെ പേരാണെങ്കിലും ആ സ്ഥലം നമ്മുടേതാണേ. സോ അത് വേറെ കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, തെറ്റായ ചില കാര്യങ്ങൾ ഇപ്പൊ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം, അതായത് 62 നടന്ന കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം, അതിന്റെ വാസ്തവികത മനസ്സിലാക്കാതെ തെറ്റ് ചെയ്തത് ആരോ അതെല്ലാം നമ്മുടെ പുറത്തേക്ക് ഇപ്പൊ അടിച്ചേൽപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി ബ്രസൽസിലുള്ള സമയത്ത് ഇവിടെ G20 സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം യൂറോപ്പിൽ വെച്ച് എന്ത് പറഞ്ഞെന്ന് വെച്ചാ, അതായത് ചൈനയ്ക്ക് ഒരു വിഷൻ ഉണ്ടെന്ന്, പക്ഷേ മോദിയുടെ അടുത്ത് ഒരു വിഷനും ഇല്ലെന്ന്. ഇതിനെല്ലാം സമയമാണ് ഉത്തരം തരേണ്ടത്. നമ്മുടെ നാട്ടില് ഇത്രയും വലിയ, അതായത് ചരിത്രത്തിൽ പോലും നടക്കാത്തൊരു കാര്യം, അതായത് ഇത്രയും വലിയൊരു സമ്മിറ്റ് നടക്കുന്നു. ഇത് നമ്മൾ എല്ലാവരും ചേർന്ന് അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോ നമ്മള് പുറത്തുപോയി വേറെ ഒരു രീതിയിലാണ് പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് അവരുടെ കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ യഥാർത്ഥ മൊഹരൂപം പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കാറില്ലേ, അതുപോലെ തന്നെ. ഉദാഹരണത്തിന് നമ്മുടെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ചൈനയുടെ ഏറ്റവും വലിയ കണക്ടിവിറ്റിയാണ്. ലോകം മുഴുവനും അവർ ഇതുകൊണ്ട് തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ബെൽറ്റ് ആൻഡ് റോഡാണ് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ബെൽറ്റ് ആൻഡ് റോഡ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ വഴി പോകുന്നുമുണ്ട്. നിങ്ങൾ ഈ ബെൽറ്റ് ആൻഡ് റോഡിനെ പറ്റി ഇത്രയധികം സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വായിന്ന് 2 വാക്ക് നിങ്ങൾക്ക് സത്യത്തിൽ പറഞ്ഞുകൂടെ? ഞങ്ങളുടെ സോവറിനിറ്റിയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും മറികടക്കുന്നു എന്നും പറഞ്ഞുകൂടെ? സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവർ മനസ്സിൽ എന്താ വിചാരിക്കണമെന്ന്. ആദ്യമായിട്ടാണ് ചൈനയെക്കുറിച്ച് ഇത്ര വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്കും അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചൈനയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ അടുത്ത് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, മിസ്റ്റർ രാഹുൽ ഗാന്ധി ചൈനയെ ബ്രീഫ് ചെയ്യുന്നുണ്ടോ? ശരി, ഇവിടെ ഇരിക്കുമ്പോ അവരോട് ഈ ചോദ്യം ചോദിക്കൂ. പക്ഷേ എനിക്കറിയാവുന്നതും വരെ ഇത് ശരിയാണ്. അതായത് ഒരിക്കൽ, സത്യം പറഞ്ഞ ഏതാണ്ട് 2017-ൽ നടന്ന ഒരു ഇൻസിഡന്റ് അന്ന് തോന്നുന്നു. ആ സമയത്ത് ഡോക്ലാമില് ഭൂട്ടാനിലൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നല്ലോ. നമുക്കും ചൈനയ്ക്കും ഇടയ്ക്ക് ഒരു ചെറിയ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവര് ചൈനീസ് അംബാസഡറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സത്യത്തിൽ അത് വലിയൊരു അതിശയമായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി ചൈനയുടെ ആർമിയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബ്രീഫിംഗ് വേണമെങ്കിൽ, കാരണം ആ സമയത്ത് ഞാൻ പൊളിറ്റിക്സിലായിരുന്നു, ഞാൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ബ്രീഫിംഗ് വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നു, ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? നിങ്ങൾക്ക് ചൈനീസ് അംബാസഡറായിട്ട് ബ്രീഫിംഗ് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സോ അതാണ് കാര്യം. ഒരു മനുഷ്യനും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വഴികളുണ്ട്. അദ്ദേഹത്തിന് ഈ ഇൻഫർമേഷനൊക്കെ ആരാണ് നൽകുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ സർ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എനിക്ക് അറിയാൻ മേലാത്ത കാര്യത്തെ പറ്റി ഞാൻ സത്യമായിട്ടൊന്നും. പക്ഷെ താങ്കൾ ഇത് മനസ്സിലാക്കണം,
ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജയശങ്കറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ആദ്യം താങ്കൾ ഇത് പാകിസ്ഥാനികളാണ് ചെയ്തതെന്ന് പറഞ്ഞു, ISI ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇല്ല, അവരുടെ സ്ഥിതി ഇപ്പൊ വളരെ മോശമാണ്, ഞാൻ സമ്മതിക്കുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് S ജയശങ്കർ. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ നമുക്ക് തുടരാം. ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന് രാജ്യത്തിന്റെ പേര് ചീത്തയാക്കുന്നവരെ തടഞ്ഞു നിർത്താനാകുന്നില്ല എന്നതാണ്. ഡോക്ടർ ജയശങ്കർ സർ, ലോകത്തുള്ള എല്ലാ ന്യൂസ് പേപ്പറുകളിലും, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പേപ്പറുകളിലും, വാഷിംഗ്ടൺ പോസ്റ്റിലും ഇന്ത്യയിൽ മുസ്ലിംസ്, അതായത് മൈനോറിറ്റി പീപ്പിൾസിനെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു. താങ്കളുടെ ഫേവറേറ്റ് രാഹുൽ ഗാന്ധിയും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവിടെ മുസ്ലിംസിന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ആരും അതിനുള്ള ഉത്തരം നൽകുന്നില്ല. ആദ്യം നമ്മുടെ രാജ്യത്തിൽ മിസ്ഇൻഫർമേഷൻ പരത്തുന്ന ആൾക്കാരെ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് ഇവിടെ ഉണ്ടാവുന്ന മിസ്ഇൻഫർമേഷനും പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസ്ഇൻഫർമേഷനും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുക. ചില സമയത്ത് കണക്ഷൻ കുറച്ച് ലൂസ് ആകാറൊക്കെ ഉണ്ട്. അപ്പൊ ജനങ്ങൾ പുറത്തേക്ക് പോയിട്ട് അത് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ജോർജ് സൊറോസിനെ പോലുള്ള ആൾക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ലില്ല രജത് സാർ, അവര് യൂറോപ്പ് കോൺഫറൻസിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ മില്യൺസ്, നിങ്ങൾ ഈ സംഖ്യ ഒന്ന് നോക്കണേ, മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം, മില്യൺസ് ഓഫ് മുസ്ലിംസ് വിൽ ലൂസ് ദെയർ സിറ്റിസൺഷിപ്പ്. അവരങ്ങനെയാണ് പറയാറുള്ളത്, റെക്കോർഡിലുണ്ട്. ഞാൻ അവരെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയാണ് എല്ലാരും പറയാറുള്ളത്. താങ്കൾ USA സമയത്ത് ബാരക് ഒബാമ താങ്കളോട് ചോദ്യം ചോദിച്ചില്ലേ? അതെ, ചില റിമാർക്സുകൾ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ലെസ് ലിബറൽ ലോകം ഇവർക്ക് മോദിജിയുടെ ഈ വിജയം സഹിക്കാൻ പറ്റാതെ ഇവരെന്നെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇവരെ പോലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നും അവർക്ക് പൊളിറ്റിക്കൽ സക്സസ് കിട്ടാതെ വരുമ്പോ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഇല്ല, അവരൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം, മോദി ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ആണെന്ന്. നരേന്ദ്രമോദി നാഷണലിസ്റ്റ് ആണ്, അത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അവരോട് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ, നിങ്ങൾ സത്യം ചെയ്യുമ്പോ ബൈബിളിന്റെ പുറത്ത് കൈവച്ചല്ലേ സത്യം ചെയ്യുന്നേ. പറയൂ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വളരെ എളുപ്പമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്താണ് പറയുന്നത് വെച്ചാൽ, അദ്ദേഹം ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന്. പൂജയിലും പങ്കെടുക്കുന്നുണ്ട്, രക്ഷാബന്ധനിലും പങ്കെടുക്കുന്നുണ്ട്, ദീപാവലിയിലും പങ്കെടുക്കുന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അമ്പലങ്ങളിലും പോയി. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ അറ്റാക്കാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ അറ്റാക്കാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ ന്യൂസ് പേപ്പർ തുറന്നു നോക്കിയാ അതില് ഹിന്ദു നാഷണലിസ്റ്റ് മോദി ഗവൺമെന്റ്. നിങ്ങളെപ്പറ്റി എന്തുകൊണ്ട് പറയാറില്ല? പറയൂ, ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ്, ക്രിസ്ത്യൻസിനെ പറ്റി, അവരുടെ നാടുകളെ പറ്റിയൊക്കെ അവരുടെ പാർട്ടീസില്ലേ. ഇത് നമുക്ക് എങ്ങനെയാ തടയാൻ പറ്റുക എന്ന് വെച്ചാ, നമ്മുടെ നാടിന്റെ ജനങ്ങൾ എന്നാണോ നമ്മുടെ സർക്കാരിന്റെ പുറത്ത് വിശ്വാസം വെക്കുക അന്നാണ് എല്ലാ പ്രശ്നങ്ങളും ശരിയാകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യാഞ്ഞതെന്ന് പറഞ്ഞ് അവര് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ എയ്ഡ്, അതായത് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൊടുക്കുന്നുണ്ട്, ആവാസ് യോജന പ്രകാരം വീടുകൾ കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് ഹെൽത്ത് ആക്സസ് കൊടുക്കുന്നുണ്ട്, ആയുഷ്മാൻ ഭാരതിന്റെ ജൻ ആരോഗ്യ യോജന കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, കൃഷിക്കാർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കാശിടുന്നുണ്ട്. ഈ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം എവിടെയാണ് മതഭേദങ്ങൾ ഉള്ളതെന്നൊന്ന് പറയുക. ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആരെങ്കിലും വന്ന് എന്റെ പേര് ഇന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടിയില്ല എന്നാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ഒന്നും ആരും അവിടെ ഒന്നും സംസാരിക്കാറില്ല. പക്ഷേ ഇതെല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ ഭാരതീയ മക്കൾ മനസ്സിലാക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗവൺമെന്റിന്റെ ഏതൊരു സ്കീം ആണെങ്കിലും ശരി, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള ഭേദവും കാണിക്കുന്നില്ല. അത് സമ്മതിക്കുന്നു. പക്ഷേ മുസ്ലിമിന്റെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് ഈ സർക്കാർ നമുക്ക് എതിരായ ഒരു സർക്കാരാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു, ചില സമയങ്ങളിൽ പോരാട്ടങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അവരെ എതിർത്താണ് പല ആക്ഷനും എടുക്കുന്നതായി അവർ കരുതുന്നു. മറ്റേ രാജ്യങ്ങളിലൊന്നും ഇതൊന്നും നടക്കാറില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരതെല്ലാം എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്ക്. ഈ കാര്യങ്ങളൊക്കെ അവർ ഊതി വീർപ്പിക്കാറുണ്ടോ? ഇല്ല. യൂറോപ്പിൽ എന്താ നടക്കുന്നതെന്ന് നോക്ക്, UK എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ നോക്ക്, US എന്താ നടക്കുന്നത്. സോ ഇവരീ പറയുന്ന കോൺവെർസേഷൻ എല്ലാം വൺ സൈഡഡ് കോൺവെർസേഷൻ ആണ്.
മറ്റൊരു കാര്യം, ഇവരൊക്കെ ചോദ്യം ഇവര് ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഇവർ സമ്മതിക്കുന്നുമില്ല. ഒരു പക്ഷെ ഞങ്ങൾ അവരോട് എന്തെങ്കിലും ഉത്തരം പറയാൻ പോയാൽ അത് അവർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു, താങ്കൾ കാനഡയുടെ പ്രധാനമന്ത്രിയോട് ഖാലിസ്ഥാൻവാദികളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും ഫീൽ ചെയ്തുവെന്ന്. അതായത് കാനഡയുടെ കൂടെ നമുക്കുള്ള പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കുറെ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഖാലിസ്ഥാനിസും അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ആ സ്പേസും അത് കുറച്ച് അധികം തന്നെ. ഒരു റിപ്പോർട്ട്സിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആന്റി ഇന്ത്യൻ റഫറൻഡം നടക്കാൻ അനുവദിച്ചു എന്ന്. ഞാനും ആ റിപ്പോർട്ട് കണ്ടിരുന്നു. നമ്മുടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഈ റിലേഷൻഷിപ്പിൽ അത് ഒട്ടും തന്നെ ശരിയല്ല. കാനഡയ്ക്ക് അത് തീരെ ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഇതുപോലുള്ള ഇൻസിഡൻസ് നടന്ന മറ്റു കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. തെറ്റായിട്ടുള്ള ശീലങ്ങളുണ്ടാവും. പക്ഷേ ലണ്ടനിലെ ഹൈക്കമ്മീഷൻ ബിൽഡിങ്ങിന് മുന്നിൽ ഖാലിസ്ഥാന്റെ കൊടി പറപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്താ ശരിയല്ലേ? നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് UK ഗവൺമെന്റിനോടൊപ്പം ഈ വിഷയത്തിനെതിരായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരും അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഹൈക്കമ്മീഷന്റെ പ്രൊട്ടക്ഷൻ കൂട്ടിയിരുന്നു. ഇതിൽ ആരൊക്കെയാണോ ഇൻവോൾവ് ആയിരുന്നത്, എന്റെ അറിവില് അവരുടെ പുറത്തൊക്കെ ഇപ്പൊ കേസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ FIR ഇട്ടു. നമ്മുടെ പോലീസുകാർക്ക് ഇവിടെ നിന്ന് പോയി അവരെ പിടിച്ചുകൊണ്ട് വരാൻ സാധിക്കുമോ? UK നിന്ന് എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെയും കുറച്ച് കേസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് FIR ആക്ച്വലി കൊടുത്തേ പറ്റൂ. കാരണം അത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാടിന്റെ സൈഡിലാണ്. അതായത് ഹൈക്കമ്മീഷൻ ഉള്ളത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിയിലാണ്. ആദ്യം താങ്കൾ ഇത് പാകിസ്ഥാനികളാണ് ചെയ്തതെന്ന് പറഞ്ഞു, ISI ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇല്ല, അവരുടെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്, ഞാൻ സമ്മതിക്കുന്നു. അതുകൂടാതെ ഇതിനും കാരണങ്ങളുണ്ട്, അത് അവരും ആലോചിക്കണം. അതായത് ഈ അവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തിയെന്നുള്ള കാര്യം അത് അവർ ചിന്തിക്കേണ്ടതാ. കാരണം അവരുടെ ഡെവലപ്മെന്റ് അവർ തന്നെ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. കാരണം അവരെല്ലാവരുടെയും ഫോക്കസ് അവരുടെ ആർമിയുടെ പുറത്തും പിന്നെ ടെററിസത്തിന്റെ പുറത്തായിരുന്നു. ഡിപ്ലോമാറ്റിക്കലി അവരെ കുറച്ച് ടൈറ്റാക്കി കളഞ്ഞു. അവരാണെങ്കിൽ പ്രസിഡന്റ് ബൈഡന്റെ അടുത്ത് വളരെ റിക്വസ്റ്റ് ചെയ്തെന്ന് കേട്ടു. പ്രിൻസ് സൽമാനോട് കുറച്ച് സമയമെങ്കിലും ഞങ്ങളുടെ രാജ്യത്ത് വന്നിരുന്നിട്ട് പോകാൻ പറയുക, ഞങ്ങൾക്ക് അത്രയും ബഹുമാനം കിട്ടുമെന്ന്. ഇല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പണ്ടൊക്കെ US പ്രസിഡന്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്കും പോകാറുണ്ടായിരുന്നു. അതുപോലെ സൗദി രാജകുമാരനും അവിടെ പോകാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെയില്ല? ഒരു കാര്യം പറയാൻ രജത് സാർ, അതൊരു തരത്തിലുള്ള സംസ്കാരമാണ്. കാരണം ആ സമയത്ത് ജനങ്ങളെല്ലാം ഇന്ത്യയും പാകിസ്ഥാനെയും, ഞാൻ 1956 പറ്റിയാണ് സംസാരിക്കുന്നത്, 70s എന്നും പറയാം, മറ്റുള്ളവർ അതായത് അവിടെ ഇരിക്കുന്നവര് നമ്മുടെ ഈ രണ്ട് രാജ്യത്തെയും ഒരേ ലെവലിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച പല വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് വരുന്നവരും അവിടെയും പോകുമായിരുന്നു. കാരണം ഈ രണ്ട് രാജ്യങ്ങളും വളരെ അടുത്തായതുകൊണ്ട്. എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ എല്ലാവരുടെ ഇൻട്രസ്റ്റും മാറിയിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ ഇൻട്രസ്റ്റ് എവിടെയാ ഇപ്പോൾ? ടെക്നോളജിയുടെ പുറത്തേക്ക് മാറി. ടാലൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെല്ലാം എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാജ്യം, അതായത് ലോകത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഒന്നു ചേർന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ പ്രതീക്ഷ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുണ്ട്, പക്ഷെ അവരുടെ പുറത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷ തന്നെ ഇല്ലെങ്കിൽ ആരാണ് പിന്നെ അവിടെ പോവുക? ഒന്ന് പറഞ്ഞേ. ഒരു കാലത്ത് ടർക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ടർക്കി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷനിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ ഇക്കണോമിക്കലി നമ്മൾ 5ാമത്തെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഇനിയും കുറെ വളരാനുള്ള സാധ്യതയുണ്ട്. പോപ്പുലേഷനിൽ നമ്പർ 1ലാണ്. ഒരു പക്ഷേ പബ്ലിക്കിനടുത്തേക്ക് പോയി ടെക്നോളജിയിൽ വളർന്ന 3 നാടുകളുടെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയുടെ പേര് തീർച്ചയായിട്ടും പറയും. നമ്മുടെ സ്ഥിതി ഇവിടെ മൊത്തമായിട്ട് മാറിയിരിക്കുന്നു. അത് ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ഇതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഈ G720 മെമ്പേഴ്സായ നാടുകളെല്ലാം, അതായത് ഈ മെമ്പർ കൺട്രീസ് എല്ലാം നന്നായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ പങ്കാളിത്തം അവിടെ വേണമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ നാടിന്റെ വളർച്ച അവർ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളാണ് ആദ്യം ആ സ്ഥലത്തേക്ക് പോയി, അതായത് മറ്റേ നാടുകളെ അപേക്ഷിച്ച് നമ്മളാണ് ആദ്യം ഡിസാസ്റ്റർ ടീമിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവിടെ പല ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ടാവാറില്ലേ, നമ്മുടെ ഡോഗ് സ്ക്വാഡ്,
അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ലോകം തന്നെ ഇന്ന് നമ്മളെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളണ്ടേ? നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എന്തെങ്കിലും ഭാവിയുണ്ടോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ജനങ്ങളിൽ നിന്നാകട്ടെ. സർ, പല ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട്. പിയോക്കിൽ இருக்கிற ജനങ്ങൾ കുറേ ആൾക്കാർ ഇന്ത്യയോടെ സേക്കാൻ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാ. മോഡി രാജ്യം അവർക്ക് ഹെൽപ്പ് ചെയ്യോ? ഏകദേശം 30 വർഷം മുമ്പ് നമ്മുടെ പാർലമെന്റ് ഇതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെ, അതിന്റെ കൂടെ റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഈ POK എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റീഗ്രൽ പാർട്ടാണ്. യെസ്, ഇറ്റ് ഇസ് എൻ ഇന്റീഗ്രൽ പാർട്ട്. അത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവൂന്ന് പറഞ്ഞു. ഈ പ്രശ്നത്തിന് അപ്പോൾ തന്നെ ഒരു റെസൊല്യൂഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഒരു അനന്തരാവകാശമായിട്ട് ഒരു തുടർക്കഥയായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത എന്താ സംഭവിക്കാൻ പോണേന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടേ പറ്റൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുക, ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുക, അവിടെ പാകിസ്ഥാനും മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഗതി ഏത് ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ട് പോവുകയാണെന്നുള്ള ഇപ്പൊ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്, പാകിസ്ഥാന്റെ മാപ്പിംഗ് മാറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അത് POK തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ മാപ്പിലില്ല. അത് ഇന്ത്യയുടെ മാപ്പിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മൾ ജയശങ്കറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. അതുവരെ എനിക്ക് പോളിറ്റിക്സിൽ എൻ്റർ ആകണം എന്ന് അങ്ങനെയുള്ള ചിന്തയേ ഇല്ലായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ ഫാമിലിയിലും ആരും പോളിറ്റിക്സിലില്ല. അതിനുള്ള സന്ദർഭവും ഇല്ലല്ലോ. കാരണം താങ്കളുടെ 3 മക്കളും വിദേശത്താണ് ഉള്ളത്. ഭാര്യയും ജാപ്പാനീസ്. പക്ഷേ പുള്ളിക്കാരി ഒരു ഇന്ത്യൻ സിറ്റിസനാ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറാണ്. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുകയാണ്. അദ്ദേഹം അതിനുള്ള ഉത്തരവ് നൽകുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജയശങ്കറിനോടുള്ള അടുത്ത ചോദ്യം, ഇദ്ദേഹം രാഷ്ട്രീയത്തിന് അനുയോജ്യമായ വ്യക്തിയല്ല എന്നുള്ളതാണ്. ഡോക്ടർ ജയശങ്കർ, താങ്കളുടെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കി. താങ്കൾ പൂർണ്ണമായും ഡിപ്ലോമാറ്റ് ആയിരുന്നു. താങ്കളുടെ കുടുംബത്തിനെ കുറിച്ച് നോക്കിയാൽ താങ്കളുടെ അച്ഛനും ഒരു ഇന്റർനാഷണൽ ഫേം ആയിരുന്നു. താങ്കളുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും വിദേശത്താണ് ഉള്ളത്. പക്ഷെ താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഞാൻ 41 വർഷം കഴിഞ്ഞ് ഫോറിൻ സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു കോർപ്പറേറ്റ് സെക്ടറിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടാറ്റ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നല്ല ജോലി, കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി. പിന്നെ പെട്ടെന്നൊരു ദിവസം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 2019 ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുവരെ എനിക്ക് പോളിറ്റിക്സിൽ എൻ്റർ ആകണം എന്ന് അങ്ങനെയുള്ള ചിന്തയേ ഇല്ലായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ ഫാമിലിയിലും ആരും പോളിറ്റിക്സിലില്ല. അതിനുള്ള സന്ദർഭവും ഇല്ലല്ലോ. കാരണം താങ്കളുടെ 3 മക്കളും വിദേശത്താണ് ഉള്ളത്. ഭാര്യയും ജാപ്പാനീസ്. പക്ഷേ പുള്ളിക്കാരി ഒരു ഇന്ത്യൻ സിറ്റിസനാ. ചില നോൺ പൊളിറ്റിക്കൽ ആൾക്കാരാണ്. ചില സമയത്ത് അവരും ആലോചിക്കാറുണ്ട് നമ്മുടെ നാടൊന്ന് പുരോഗമിക്കണമെന്ന്. അതിനുവേണ്ടി എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ കാര്യത്തിൽ, ഈ സംഭവത്തിൽ PM ആ സമയത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ എനിക്ക് ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ അപ്പം ചെയ്തുകൊണ്ടിരുന്ന കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ട് പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മന്ത്രിയായ സമയത്ത് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെമ്പർ അല്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ഞാൻ ഏകദേശം 1 മാസം ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. നരേന്ദ്രമോദി ഒരാളെ വിളിച്ച് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആരായാലും ജോയിൻ ചെയ്യില്ലേ? ഇല്ല, അത് ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ആൾക്കാര് സാധാരണ രീതിയിൽ ഓക്കെ പറയും. പക്ഷേ എന്നെ പോലുള്ള ഒരാള്, എന്റെ മനസ്സിൽ പൊളിറ്റിക്സ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പോയി ചേർന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ പോയി ചേരണമെങ്കിൽ 50 വർഷമെങ്കിലും ആവും. ഇല്ല സമരങ്ങളിൽ പങ്കെടുക്കണം, മൈക്ക് പിടിക്കണം. ഇല്ല, കുറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് എത്തുന്നത്. അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച ഒരു സർപ്രൈസ് ആണ്. ഒരാളുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ പോയി ഒരു കാര്യം ചോദിച്ചാൽ അത് അവർക്കൊരു സർപ്രൈസ് ആയിരിക്കുമല്ലോ. എന്താ, അത് ശരിയല്ലേ? അപ്പോ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ? സോ
ആ സമയത്ത് എനിക്കും ഉണ്ടായ അനുഭവം ഏകദേശം അതൊക്കെ തന്നെയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ അത് ഇന്റർനാഷണൽ തന്നെയാണ്. സത്യമായിട്ടും ഈ കാര്യത്തെപ്പറ്റി ഞാൻ 2 കമൻറ്റ് മാത്രമേ പറയൂ. ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏകദേശം 3 കോടി ഉണ്ടാവും. ഇപ്പോൾ വിദേശത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ അവർക്കും വലിയൊരു പങ്കാളിത്തം ഉണ്ടെന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ച കാര്യമാണ്. നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം നമുക്കെതിരെ എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ റെമിറ്റൻസ് എടുത്തൊക്കെ നോക്കിക്കോ. മുഴുവൻ ലോകത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുന്ന റെമിറ്റൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനേക്കാളും കൂടുതൽ റെമിറ്റൻസസ് ആയിരുന്നു. സോ രാജ്യം വിട്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നവരിവരെല്ലാം, അത് ഞാനും വളരെ ഉറപ്പോടെ പറയുന്നു. കാരണം ഞാനും കഴിഞ്ഞ 40 വർഷത്തിൽ ഏകദേശം 30 വർഷത്തോളം ഞാൻ പുറം രാജ്യങ്ങളിലായിരുന്നു. രാജ്യം വിട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവൻ്റെ നാടിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ആലോചിക്കുന്നത്. അതുകൂടാതെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ വിദേശ സർവീസിലായിരുന്നു. പല രാജ്യങ്ങളിലും അംബാസഡറായിട്ടിരുന്നു. നമ്മുടെ നാടിൻ്റെ പ്രതിനിധിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ നാടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗൗരവം കൂടത്തേ ഉള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാർ പുറം രാജ്യങ്ങളിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യല്ലേ, അവരെല്ലാം സൂപ്പർ നാഷണലിസ്റ്റിക് പീപ്പിളാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നാഷണലിസം എന്നുള്ള കാര്യം ഒരു സ്പീച്ച് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന ഞങ്ങളുടെ കടമയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനത്തെയും കടമയെയും അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് മോദിജി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്തെല്ലാം ഇവിടുന്ന് പോയവരെ അഡ്രസ്സ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം മോദിജി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് വളരെ ഒരു വലിയ മീറ്റിംഗ് തന്നെ നടന്നായിരുന്നു മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ. സോ ഇപ്പോഴൊക്കെ അദ്ദേഹം എവിടെ പോയാലും ഈ മീറ്റിംഗ് എല്ലാം ഒരു മോഡൽ മീറ്റിങ്ങിനെ പോലെയാണ് നടക്കുന്നത്. അത് എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും അത് അങ്ങനെ തന്നെ. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്, അതാണ് ട്രൈ ചെയ്യാറുള്ളത്. അദ്ദേഹം എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, ഈ നാട്, ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു പാസ്പോർട്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല, മറിച്ച് ഇവരും നമ്മുടെ രക്തബന്ധമാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം അവരുമായിട്ട് ഒരു എമോഷണൽ ബോണ്ടിങ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. സോ വിദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 3 കോടി നമ്മളുടെ ഭാരതീയ ജനങ്ങൾ, അവർക്കെല്ലാവർക്കും നമ്മുടെ നാട് നമ്മളെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം തോന്നണം. ഇന്നും നമ്മുടെ നാട്ടില് നമുക്കുള്ള മര്യാദ അവിടെ ഉണ്ട്, നമ്മളെ അവര് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് ഇത് വളരെ 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 ഒരു നല്ല കാര്യമാണ്. നമ്മുടെ നാടിന്റെ നന്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വളരെ ഒരു നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, താങ്കൾ രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി. അതായത് ബജരംഗബലിയുടെ ആശീർവാദമാണ് ഇതെല്ലാം എന്ന് പറയുന്നു. താങ്കളും താങ്കളുടെ സ്പീച്ചിലെല്ലാം ബജരംഗബലിയെ ഉൾപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, അതെല്ലാം നമുക്ക് പൊളിറ്റിക്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അത് തുടക്കത്തൊട്ട് എന്റെ വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ വിശ്വാസവും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ, ഈ ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ കുറെ ശ്രമങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ രാജതന്ത്രത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതില് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനും രാജതന്ത്രത്തിനും ഇടയിൽ എന്തായിരുന്നു ഒരു റിലേഷൻ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തായിരുന്നു മഹാഭാരതത്തിൽ, അദ്ദേഹം എത്ര അധികം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു, ഇതെല്ലാം ഞാൻ ലോകത്തിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോ കൃഷ്ണൻ ഡിപ്ലോമാറ്റ് ആണെങ്കിൽ അപ്പോ ഹനുമാനോ? അദ്ദേഹവും ഡിപ്ലോമാറ്റ് ആണല്ലോ. അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയി അവർക്ക് ഒരു മിഷൻ കൊടുത്തായിരുന്നു. ആ മിഷനും കവിഞ്ഞ് പലതും ചെയ്തായിരുന്നു. സീതാദേവിയെ കണ്ടുപിടിച്ചു, അവരോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. രാവണന്റെ നാട് തന്നെ മൊത്തമായിട്ട് കത്തിച്ചു കളഞ്ഞു. ഡിപ്ലോമസി എന്ന് പറഞ്ഞ് വാലി തീ കത്തിച്ച് രാജ്യം തന്നെ കത്തിച്ചു കളഞ്ഞല്ലേ? അത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എക്കണോമിക്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. അതങ്ങനെ ചെയ്തേ പറ്റൂ. ചില സമയത്ത് കൾച്ചറിന്റെ പുറത്ത് നമുക്ക് ഫോക്കസ് ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അവകാശത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മൾ തന്നെ ഇതിനെ അഭിമാനിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകം എങ്ങനെ അഭിമാനിക്കും? മോഡിജി എപ്പോഴും അവധി എടുക്കുന്നില്ല. അവരുടെ സീക്രട്ട് എന്താണ് സാർ?
അതെന്താന്ന് വെച്ചാല് കാര്യം എന്താന്ന് വെച്ചാലേ മോദിജിയുടെ എനർജി സീക്രറ്റിനെ പറ്റി എനിക്കറിഞ്ഞൂടാ. എന്റെ എനർജി സീക്രട്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ഇരിക്കുന്നോണ്ടായിരിക്കും ആ എനർജി തന്നെ എനിക്ക് വരുന്നത്. ജയശങ്കർ സാർ, താങ്കളോട് ഞങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ ഡിപ്ലോമസിയെക്കുറിച്ച്, താങ്കളുടെ രാഷ്ട്രീയത്തിനെക്കുറിച്ച്, താങ്കളുടെ കുടുംബത്തിനെക്കുറിച്ച്, ഇന്റർനാഷണൽ ലീഡേഴ്സിനെ കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി പ്രസിദ്ധനായ എഴുത്തുകാരൻ ഖേരയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനോടാണ്. നമ്മൾ അദ്ദേഹത്തോട് G20യെ കുറിച്ച് ചോദിച്ചു. നമ്മൾ അദ്ദേഹത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. ലോകത്തുള്ള വലിയ വലിയ നേതാക്കന്മാരോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദത്തിനെ കുറിച്ചും ചോദിച്ചു. ഇദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരനായി മാറിയത് എങ്ങനെയാണെന്നും നമ്മൾ ചോദിച്ചു. ഇന്ന് നമ്മുടെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ പ്രസിദ്ധനായ എഴുത്തുകാരനും പ്രാസംഗികനുമായ ശിവ് ഖേരയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. രജത് സർ, നിങ്ങൾ കുറേ രാജ്യത്തിൽ ഫേമസ് ആണ്. നിങ്ങൾ പ്രയാസപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജയ്ശങ്കർ സർ ഇദ്ദേഹം പ്രശ്നങ്ങളൊന്നും നോക്കാതെ ഒരുപാട് പോരാടിയിട്ടുണ്ട്. ഇപ്പോ ഞാനൊരു ജഡ്ജായിട്ടാണ് ഈ ട്രയൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞതന്നെ പറ്റൂ. ഞാൻ ജയ്ശങ്കർ സാറിന്റെ ഒരു വലിയ ഫാനാണ്. അദ്ദേഹത്തിനെ കുറെ ഇന്റർവ്യൂവിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടതിനെക്കാട്ടിലും വലിയ കാര്യം എന്തെന്ന് വെച്ചാ, ഇദ്ദേഹം ഏത് ഫോറിൻ മിനിസ്റ്ററോട് സംസാരിക്കുമ്പോഴും ഡിപ്ലോമാറ്റ് എടുത്ത് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പോളിസീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇദ്ദേഹം നേരിട്ടെന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഡബിൾ റോളല്ല, സിംഗിൾ റോളായിട്ടായിരുന്നു ഇരിക്കുന്നത്. ഇദ്ദേഹം എല്ലാത്തിനും ഒറ്റയ്ക്ക് നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം തന്ന ഉത്തരങ്ങളൊക്കെ ഒരുപാട് സ്ട്രൈറ്റ് ഫോർവേഡായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഉത്തരത്തിനെല്ലാം ഡികോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം എന്തു പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ ഉത്തരങ്ങൾ തന്നിരിക്കും. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. കമ്മ്യൂണലിനെ കുറിച്ച് ചോദിച്ചു, ചൈനയെ കുറിച്ച് ചോദിച്ചു. ഇദ്ദേഹം എല്ലാ ചോദ്യത്തിനും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അതോടൊപ്പം ഉത്തരങ്ങളും നന്നായിരുന്നു. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം. ലുക്കിംഗ് അറ്റ് ഹിസ്റ്ററി, ഈ കുറെ വർഷങ്ങളിൽ യുക്രൈൻ പോലെയുള്ള നാടിനൊക്കെ ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എവിടെ പോയാലും പറയണത് ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് എന്റെ പോളിസി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്ത് തീരുമാനിച്ചാലും അത് നാടിനു വേണ്ടി മാത്രമാണ്. ഇത് ഒരുപാട് നല്ല കാര്യമാണ്, അല്ലേ? അതോടൊപ്പം എന്നെ ഉദ്ദേശിച്ച് അത് രക്തസംബന്ധമുള്ളതാണെന്നാ പറഞ്ഞേ. നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു, ചോരബന്ധത്തിലും നിങ്ങളെ ബന്ധത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബന്ധമാണ് വേണമെങ്കിൽ നമുക്ക് സാംസ്കാരികമാണ് വേണ്ടത്, ഈഗോ അല്ല. അതിനെ ഇദ്ദേഹം എളുപ്പത്തിലും വളരെ നന്നായിട്ടും നമുക്ക് മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് അറിഞ്ഞത് വെച്ച് ഇദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ മാത്രമല്ല, ഒരു ദേശഭക്തനാണ്. നമുക്ക് ഇദ്ദേഹത്തിനെ പോലെ ഫോറിൻ മിനിസ്റ്റർ കിട്ടത് ആദ്യമായിട്ടാണ്. ഹു ഈസ് എ പാട്രിയോട്ട് ഫസ്റ്റ്, ഫോറിൻ മിനിസ്റ്റർ സെക്കൻഡ് ഇൻ ദ കൺട്രി. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ പറയുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും നന്ദി അറിയിക്കുന്നു. അദ്ദേഹമാണ് ഇതുപോലത്തെ മിനിസ്റ്ററിനെ കൊണ്ടുവരുന്നത്. എല്ലാ കുറ്റങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. താങ്ക് യു സർ. ഇപ്പോ നമ്മുടെ ജഡ്ജി പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചാലും വളരെ കൂടുതലായിട്ടാണ് ജയശങ്കർ സംസാരിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളെ പ്രയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി അനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തണം. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആപ്കി അദാലത്തിൽ മറ്റൊരു അതിഥിയോടൊപ്പം ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.